ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് മറിയമിൻ്റെ ബർത്ത്ഡേ ദിവസം കൂടിയാണ്. അപ്പോൾ ഈ ദിവസത്തിൽ തന്നെയാണ് മറിയമിൻ്റെ സ്കൂൾ ഓപ്പണിംഗ് ഡേയും വന്നിട്ടുള്ളത്. അപ്പോൾ മറിയം സ്കൂളിൽ ചേർന്നിട്ട് ആദ്യമായിട്ടാണ് ജൂൺ 1 സ്കൂൾ ഓപ്പണിംഗ് ഡേ വരുന്നത്. സാധാരണ ജൂൺ 3 സ്കൂൾ തുറക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ദിവസം തന്നെ സ്കൂളും ഉള്ളതുകൊണ്ട് തന്നെ മറിയം വളരെ ഹാപ്പിയാണ്. പിന്നെന്താണ്, ബർത്ത്ഡേ ദിവസത്തിൽ കുട്ടികൾക്കൊന്നും സീറ്റ്സ് ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സങ്കടമുണ്ട്. എന്നാലും നാനിക്കും ഡ്രൈവർ അങ്കിളിനൊക്കെ കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ അപ്പോൾ ആളൊന്ന് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ ഈ ദിവസത്തിൽ വീണ്ടും ഈ ഒരു ദിവസം കൂടി വന്നതിൽ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഇനിയും വളരെ സന്തോഷത്തോടെ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ ദിവസത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ. അങ്ങനെ ഈ ദിവസം ഒന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടി കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ പെരുന്നാളിന് എല്ലാവർക്കും കൊടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം തന്നെയാണ് അങ്ങനെ കൊടുക്കാനും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ദിവസത്തിൽ തന്നെ അതും സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ചിക്കൻ ബിരിയാണി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ 3 ലെയറായിട്ടാണ് ബിരിയാണി ദം ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിരിയാണി ഒന്ന് ഇന്നത്തെ ദിവസം ഒന്നൊരു സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണിയിലും കുറച്ച് റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഇപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റോസ് വാട്ടറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പോൾ കുറച്ച് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് റോസ് വാട്ടറും കൂടിയിട്ട് ഈ ബിരിയാണിയിൽ നിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ് വാട്ടർ ചേർക്കുമ്പോൾ തന്നെ ബിരിയാണിയെ പൊട്ടിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ റോസ് വാട്ടറിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ ബിരിയാണി ദമ്മിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നൂഡിൽസ് പായസം ഉണ്ടാക്കണം. അപ്പോൾ മറിയമിൻ്റെ സ്പെഷ്യലാണ് നൂഡിൽസ് പായസം വേറെ ഒന്നുമല്ല, സേമിയ പായസമാണ്. സേമിയ പായസത്തിന് മറിയിട്ട പേരാണ് നൂഡിൽസ് പായസം എന്ന്. അപ്പോൾ സേമിയ പായസവും നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് അതും അവിടെ റെഡി ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ സാധാരണ പായസം പോലെ തേങ്ങയും എടുത്ത് അത് ചിരകി പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് പാലുണ്ടെന്നുണ്ടെങ്കിൽ സേമിയ പായസം സെറ്റായി. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ സേമിയ പായസവും റെഡിയായി വരുന്നുണ്ട്. ഈ ദിവസം വരുമ്പോൾ കുട്ടികൾക്കുള്ളൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസത്തിലൊരു കേക്ക് കട്ട് ചെയ്യാനും കുറച്ച് സ്വീറ്റ്സൊക്കെ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ അവരുടെ സന്തോഷത്തിന് മുന്നിൽ നമ്മളൊരു കേക്ക് കൊടുത്തിട്ടായാലും ആ ഒരു കൊച്ചു മനസ്സിനെ ഒരു സന്തോഷം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിന് അതൊരു നിറവ് തന്നെയാണ് അല്ലേ. പിന്നെ ആ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ളൊരു മനസ്സും അവർക്കും ഉണ്ടാകുമ്പോൾ അവർക്ക് ആ ഒരു ശീലം വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദിവസത്തിൽ തന്നെ ആ ഒരു സന്തോഷം കൂടി ഉണ്ടാകുമല്ലോ, കൊടുക്കാനുള്ള ഒരു മനസ്സും അവർക്കും ഉണ്ടാകും. അത് കാണുമ്പോൾ നമ്മളുടെ മനസ്സും നിറവ് തന്നെയാണ്. അപ്പോൾ ദാനശീലം അങ്ങനെ ഉണ്ടാകുകയും ചെയ്യുമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അതല്ലാതെ കേക്ക് കട്ട് ചെയ്യണം, ബർത്ത്ഡേ ഒരു വലിയൊരു ആഘോഷമായിട്ട് ഉണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ ദിവസത്തിൽ അതൊരു ഓർമ്മിക്കുമ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാണ് നമ്മൾക്ക് കിട്ടുന്ന മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു സംതൃപ്തി. അതാ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാനും കഴിയുകയും ചെയ്യും. അപ്പോൾ മറിയം വരുന്നതിന് മുമ്പ് തന്നെ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറിയം വരുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരമാണ് ഇപ്പോൾ കേക്കൊക്കെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ 8 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ സ്കൂൾ ബസ് വരുന്നതുകൊണ്ട് അത് കേക്ക് കട്ട് ചെയ്യലും അതൊക്കെ അതിനൊരു ഹറിബറി ആയിട്ടായിരിക്കും. അപ്പോൾ പിന്നെ അത് അങ്ങനെ കേക്കും വെച്ച് പോകുമ്പോൾ ആൾക്കൊരു സമാധാനം ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് കൊണ്ടുവന്നാൽ മതി എന്നാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു നല്ലൊരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്നതും. അപ്പോൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ജോലിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായി. ക്ലീനിങ്ങും എല്ലാം ഇതിൻ്റെ ഇടയിലൊക്കെ എല്ലാം കഴിഞ്ഞ് റാഹത്തായിട്ട് അങ്ങനെ ആ ഉച്ച മയക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കിടക്കുള്ളൂ കേട്ടോ. വല്ലപ്പോഴും മാത്രമാണ് ഉറങ്ങുള്ളൂ. എല്ലാ ദിവസമൊന്നും കിടന്ന് ഉച്ചക്ക് ഉറങ്ങാറൊന്നുമില്ല. നല്ല ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോകുന്നു മാത്രം. അങ്ങനെ മറിയമിൻ്റെ കേക്കും എത്തി, മറിയവും എത്തി. ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ്. ആൾക്കിപ്പോൾ കേക്ക് കണ്ടപ്പോൾ തന്നെ ക്ഷമയൊന്നുമില്ല. വേഗം തന്നെ കട്ട് ചെയ്താൽ മതി, അത് കഴിക്കണം, ഇനി എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം, എന്നാൽ ആൾക്കൊരു സമാധാനമാകുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും റാഹത്തായി. ആ കൊച്ചു മനസ്സിൻ്റെ സന്തോഷവും ഒക്കെ കാണുമ്പോൾ മനസ്സ് നിറഞ്ഞ് എല്ലാവരും ഹാപ്പിയായി.
മറിയം ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. എല്ലാം കൊണ്ട് അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസം റാഹത്തായി. എല്ലാവർക്കും ഫുഡ് കൊടുക്കലും ഇനിയിപ്പോൾ കേക്ക് നാളെ മദ്രസയിലേക്കുള്ള കേക്കും എല്ലാവർക്കും കൊടുക്കാനുള്ള കേക്കും ഒക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ച് ഇനിയിപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കണം. അപ്പം മറിയം പോയി എല്ലാവർക്കും എനിക്ക് കേക്കും സ്വീറ്റ്സും ഒക്കെ കൊടുത്താലാ മറിയമ്മിനും ഒരു സമാധാനമാകുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും ദിവസം സന്തോഷമായി. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ ഹാപ്പി ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.